കളക്ഷനൊക്കെ കുറവാണല്ലോ. ഡേയ്, നീ ആ ബെന്നിയുടെ മോനല്ലേടേ? ഓ, മാമൻ അച്ഛൻ അറിയാമോ? ഷേ, നീ എന്തോന്നടാ ചോദിക്കും? ഞാൻ ബെന്നിയൊക്കെ ഒരുമിച്ച് പഠിച്ചല്ലേടേ. ഓ, നീ എന്തിനാ ഇവിടെ വിളിച്ചിരിക്കുന്നത്? പള്ളിക്കകത്ത് കല്യാണമൊക്കെ ഒന്ന് കാണണ്ടായി. അല്ല അത് പിന്നെ എന്തോന്നടായി, 10-30 വയസ്സായില്ലേടേ നിനക്ക്? എന്റെ ചെറുക്കന് കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരായി. നീ ഇങ്ങനെ എപ്പോഴും ഒരുമാതിരി വിളിക്കാത്ത കല്യാണത്തിന് വന്ന് കള്ളച്ചോറന്ന് സാമ്പാറും വളയുമ്പോൾ നടയട കഷ്ടം തന്നെടാ നിന്റെ കാര്യം. ഇങ്ങനെയൊക്കെ മാമ ദാ അവിടെ ആരും വിളിക്കുന്നു. ആര്? ദാ അവിടെ. ആരടേ? രക്ഷപ്പെട്ടു. നീ എവിടെ നോക്കണ നടക്കണേ? നിന്റെ മുഖത്ത് കണ്ണില്ലേ? അയ്യോ സോറി ആന്റി, കണ്ടില്ല. നീ ലളിതയുടെ മോനല്ലേ? ഓ, നിനക്ക് ജോലി വല്ലോ ആയാ? ഇല്ല, നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു. നീ ഇങ്ങനെയൊക്കെ നടന്നാ മതി, നിനക്ക് പെണ്ണൊന്നും കെട്ടണ്ടേ? അതെ, ഞാൻ ഒരു കാര്യം പറയട്ടാ, എന്റെ കല്യാണം കഴിഞ്ഞു. എപ്പോ? അവള് നമ്മളെയൊന്നും വിളിച്ചില്ലല്ലോ. എല്ലാം പെട്ടെന്നായിരുന്നു. ഓ, നിങ്ങളൊക്കെ വലിയ ആളുകളല്ലേ, നമ്മളെയൊന്നും വിളിക്കൂലല്ലോ. അവള് കുടുംബശ്രീയിൽ വരുമ്പോ ഞാൻ ചോദിച്ചോളാം. ഇതെന്തോന്ന് കൂത്ത്? കല്യാണം കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പം, കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞതിന് കുഴപ്പമോ? എന്റെ അമ്മച്ചി, ഈ ബന്ധുക്കളും നാട്ടുകാർ തെണ്ടികളും കാരണം ഒരു കല്യാണത്തിന് പോലും വരാൻ പറ്റാത്ത സ്ഥിതിയാണല്ലോ ഇപ്പം. എന്താണ് ബ്രോ പ്രശ്നം? അല്ല ബ്രോ, ഈ നാട്ടുകാരും ബന്ധുക്കളും കാരണം ഒരു കല്യാണത്തിന് ഒരു ഫംഗ്ഷനോ പോകാൻ പറ്റിയ സ്ഥിതിയാണ് ബ്രോ. ശരിയാണ് ബ്രോ, എന്തൊക്കെ ചോദ്യങ്ങളാണ്. കല്യാണം ആയില്ലേ, ജോലി കിട്ടിയില്ലേ, എന്തൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്? സെയിം പിച്ച്. ഓ, അപ്പൊ നമ്മൾ രണ്ടുപേരും ഒരേ പ്രശ്നം നേരിടുന്ന യുവാക്കളാണല്ലേ? തീർച്ചയായും. പെണ്ണിന്റെ വീട്, പയ്യന്റെ വീട്, അപ്പൊ നമ്മളെ ബന്ധുക്കള്. എന്താ ബ്രോ, ഇവിടെ പെണ്ണില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല? പിന്നല്ലാണ്ട്. അല്ലെങ്കിൽ ഈ പെണ്ണെന്ന് പറയുന്നതേ ശരിയല്ല. ശരി തന്നെ. പക്ഷെ എനിക്ക് ലൈനുണ്ട് കേട്ടോ. എന്താണ് ബ്രോ? ബ്രോ അല്ലേ കുറച്ച് മുമ്പേ പറഞ്ഞത് ബ്രോയ്ക്ക് പെണ്ണുങ്ങളെയൊന്നും ഇഷ്ടമല്ലെന്ന്? അങ്ങനെ പറഞ്ഞ് നമ്മുടെ വികാരം അടക്കി വെക്കാൻ പറ്റില്ലല്ലോ. ഏത് തന്നെ തന്നെ കൂടെ പഠിച്ചായിരിക്കുമല്ലേ? അതെ, കൂടെ പഠിച്ചതാ. എന്താ പേര്? അരവിന്ദ്. എന്താ ബ്രോ, നല്ല പേരല്ലേ? അരവിന്ദും അക്ഷയും ചേർച്ചയില്ലേ? ഓ, അല്ല, അച്ഛനും അമ്മയും വിളിക്കുന്നു, ഊണ് കഴിക്കാൻ ചെല്ലാൻ പറഞ്ഞു. നമുക്കൊരുമിച്ചിരിക്കാം, അച്ഛനും അമ്മയും ഇരിക്കട്ടെ, നമുക്കൊരുമിച്ചിരിക്കാം. പോവല്ലേ? ഹായ് ബ്രോ, ഉണ്ണാൻ പോണാ? ആണെങ്കിൽ ഞാനുണ്ട്, പോവാം. രാമരാജിന്റെ മുണ്ടാണ് നല്ല വളന്നിരിക്കണ കേട്ടോ.